Hi, hello learners. Welcome to iPlus Training Solutions. So, ഇന്ന് നമ്മൾ again some set of PYQ questions ആയിട്ടാണ് വന്നിരിക്കുന്നത്. So, PYQ ന്റെ another one discussion sessionലേക്ക് എല്ലാവർക്കും സ്വാഗതം. So, നമുക്ക് നമ്മുടെ questions-ലേക്ക് പോവാം. എല്ലാവർക്കും നമ്മുടെ സെഷൻസ് ക്ലിയർ ആവുമെന്ന് കരുതുന്നു. Preparations എല്ലാം നന്നായി സ്മൂത്ത് ആയി പോകുന്നുണ്ടെന്ന് കരുതുന്നു. So your first question is, what would be the equivalent pointer expression for referring the array element array of mn0? Actually, ഇത് എന്ന് പറയുന്നത് arrayയിലുള്ള elementകളാണ്, elementലുള്ള ആ ഒരു index values ആണ് തന്നിരിക്കുന്നത്. So നമ്മളോട് പറഞ്ഞത് ഇതിന്റെ correct ആയിട്ടുള്ള pointer expression എന്താണെന്നാണ്. So നമുക്ക് first option തന്നിരിക്കുന്നത് star 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 of array of plus m plus n plus bracketൽ plus 0 പിന്നെ star of m ar plus m plus n plus 0. Actually പോയിന്ററിന്റെ ആണ് ഒരു വ്യത്യാസം ഉള്ളത്. സോ എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ നോക്കിയേ. കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ നമ്പർ 4. എങ്ങനെയാ അത് വരുന്നത് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആക്ച്വലി നമ്മൾ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള അറേ ആണ്. മൾട്ടി ഡയമെൻഷണൽ അറേ ഇൻ ദി സെൻസ് നമുക്ക് 1 2 3 മൂന്ന് എന്താ പറയാ വാരിയബിൾ വാല്യൂസ് വരുന്നുണ്ട്. സോ അറേ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ അറേ ആണ്, നമുക്ക് അവിടെ മനസ്സിലായി, റൈറ്റ്? ഇനി AR എന്ന് നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ദാറ്റ് പോയിന്റഡ് ടു അറേ ഓഫ് y, z ഓഫ് എ ടൈപ്പ്. ഇനി AR plus M, ആക്ച്വലി AR plus M എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അറേയുടെ YZ, ഇപ്പൊ 2D ആണെങ്കിൽ YZ എന്ന് പറയുമ്പോൾ 0 1, ഇപ്പൊ നമ്മൾ നോക്കുക array of 21 എന്ന് പറഞ്ഞാല് ആ ഒരു 21 ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് എടുത്താല് A11 A21 സോറി A12 A21 A22 ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതിലൊരു എലമെന്റ് എന്നുള്ള രീതിയിൽ ഇനി ഇതിലെ mth ബ്ലോക്ക്, അപ്പൊ M plus M എന്ന് പറയുമ്പോൾ mth ബ്ലോക്ക് ഓഫ് ആ പെർട്ടിക്കുലർ അറേ. ഇനി സ്റ്റാർ AR plus M എന്ന് പറയുന്നത് gives the array of YZ, that is it slice ചെയ്യുന്നത് AR of M, അതായത് ആ എമ്മിനകത്തുള്ള ഒരു വാല്യൂ. ഇനി സ്റ്റാർ AR plus M plus N എന്ന് പറയുമ്പോൾ nth റോയിലെ ആ ഒരു പെർട്ടിക്കുലർ ഫേസില് Z ഫേസില്. ഓക്കെ, സോ ഇതാണ് ഈ സ്റ്റാറും M പ്ലസ് എന്ന് വരുമ്പോൾ ഉള്ളത്. ഇനി നിങ്ങൾ നോക്ക് സ്റ്റാർ, അതായത് സ്റ്റാർ ഓഫ് AR plus M plus N, ഇത് എന്ന് പറയുന്നത് ആക്ച്വലി ARലെ mത്തിലെയും Nലെയും, അതായത് ആ ഒരു അറേയിലെ ഈ ഒരു രണ്ട് പൊസിഷനിലുള്ള വാല്യൂസ് ആണ്. ഇനി നിങ്ങൾ നോക്കുക അടുത്തത് 0 ആണ്. 0 plus 0 എന്ന് പറയുമ്പോൾ 0th എലമെന്റ് ആണ് ആ ഒരു റോയിലെ 0th എലമെന്റ് എന്നാണ്. ഇനി അടുത്തത് പോയിന്റ് ചെയ്ത് സ്റ്റാർ ഓഫ് AR plus M plus ഇതിലുള്ള ഇതാണ്, അതായത് ഈ M-N-0 വരുന്ന ആ ഒരു AR of M-N-0യിലെ ആക്ച്വലി ആ ഏത് എലമെന്റ് ആണ് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ളത് അതുമായിട്ടാണ് ആ ഒരു ലൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? അടുത്ത സ്റ്റെപ്പ് കമ്പയർ വിത്ത് ഓപ്ഷൻ. ഇനി നിങ്ങൾ നോക്കുക നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കുക. അടുത്ത് പോയിന്റ് ചെയ്യുന്നത് സ്റ്റാർ ഓഫ് AR plus M plus N plus 0 ആണ്. ആക്ച്വലി ഇതിലെ ഇൻഡെക്സിങ് തെറ്റായിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നോക്കണ്ട. ഇനി അടുത്ത് നോക്ക് സ്റ്റാർ ഓഫ് AR plus M plus N plus സ്റ്റാർ. ആക്ച്വലി ഇത് ഇക്വലന്റ് അല്ല, കാരണം ഇവിടെ ഈ പാരാന്തസിസ് ഒക്കെ നമുക്ക് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ആക്ച്വലി ഈ പാരാന്തസിസ് ഇവിടെയാണ് വരുന്നത്. സോ ഈ ഒരു പാരാന്തസിസിന്റെ പ്രശ്നത്തിൽ ഇതും വരത്തില്ല. ഇനി അടുത്തത് സ്റ്റാർ ഓഫ് AR സ്റ്റാർ ഓഫ് എങ്ങനെയാണ് സ്റ്റാർ ഓഫ് AR plus M plus N. ഇവിടെയും M-N-0 എന്ന് പറയുന്നല്ലേ, ഇവിടെ നോട്ട് എലമെന്റ് അറ്റ് 0th പൊസിഷൻ, ഇവിടെ ഇങ്ങനെയല്ല നമുക്ക് കൊടുക്കേണ്ടത്. സോ ഇതും എന്താണ് തെറ്റാണ്. അടുത്തത് സ്റ്റാർ ഓഫ് AR plus M plus N plus 0. എക്സാക്ട്ലി ഇവിടെ മാച്ച് വരുന്നത് എന്താന്ന് വെച്ചാൽ ഡീറഫറൻസ് ഓഫ് എലമെന്റ്, ബട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 0 ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. സോ ആക്ച്വലി ഇതിന്റെ ടൈപ്പിൽ വരുന്നതാണ് ഇറ്റ് ഷുഡ് ബി 0 plus 0, ഈ ഒരു ഫോമിലാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കാരണം അതിന്റെ ബ്രാക്കറ്റ് എപ്പോഴും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബിലോങ്സ് ടു മെക്കോൾസ് ക്വാളിറ്റി ഫാക്ടേഴ്സ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, കാരണം ഇതിൽ നമുക്ക് ലെവലും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഇതാണ്: മെയിൻറ്റൈനബിലിറ്റി, യൂസബിലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് ഫംഗ്ഷനാലിറ്റി. ഏതൊക്കെയാണ് മെക്കോൾസിന്റെ ക്വാളിറ്റി ഫാക്ടേഴ്സിൽ വരുന്നത് എന്നുള്ളതാണ്. റൈറ്റ്? യെസ്, your options are A and D only, A, B, D only,
C and D only, A, B, C only. Yes. എന്തായിരിക്കും നമ്മുടെ correct answer? വേഗം പറഞ്ഞേ. Yes. Yes, your correct answer is option number 4, A, B and C only. നിങ്ങൾ നോക്ക്, നമുക്കൊന്ന് ഈ ഒരു മെക്കോൾസിന്റെ ക്വാളിറ്റി ഫാക്ടേഴ്സ് ബൈ ദ ക്വാളിറ്റി മോഡൽ 1977 അവിടെ 3 കാറ്റഗറീസ് ആണ്. സോ ഫസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് വരുന്നതാണ് പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ഫാക്ടേഴ്സ്. പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഇത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? നമ്മുടെ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യണം. Then we have to check the reliability. ആ ഒരു different conditions-ലും അത് എത്രത്തോളം reliable ആണ്. Then അതിന്റെ പെർഫോമൻസിന്റെ efficiency and effective. Then integrity. ഏതൊക്കെ ഇതിൽ നമുക്ക് അതിനെ integrate ചെയ്യാൻ പറ്റും? അതിന്റെ ആ ഒരു modify ചെയ്യുക അല്ലെങ്കിൽ adapt ചെയ്യുന്നതാണോ? അടുത്തത് usability. So പ്രൊഡക്റ്റിന്റെ ഓപ്പറേഷൻ ഫാക്ടേഴ്സിൽ വരുന്നതാണ് correctness, reliability, efficiency, integrity and usability. Okay, 5. ഇനി അടുത്ത ഫാക്ടർ വരുന്നത് പ്രൊഡക്റ്റ് റിവിഷൻ ഫാക്ടർ ആണ്. സോ പ്രൊഡക്റ്റിന്റെ ഇത് കറക്റ്റ് ആദ്യത്തെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്താൽ പ്രൊഡക്റ്റ് റിവിഷൻ ആണ്. പ്രൊഡക്റ്റ് റിവിഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ റിവിഷൻ ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മൾ എന്തിനാണ്? ഒന്നെങ്കിൽ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നമുക്ക് എക്സ്ട്രാ ചെയ്യണമെങ്കിലൊക്കെ അല്ലെ. സോ പ്രൊഡക്റ്റ് റിവിഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു പെർട്ടിക്കുലർ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? സോ മെയിൻറ്റൈനബിലിറ്റി ആണ് ആദ്യം വരുന്ന ഫാക്ടർ. പിന്നെ നമുക്ക് വരുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, മെയിൻറ്റൈനബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ടെസ്റ്റബിലിറ്റി. സോ പ്രൊഡക്റ്റ് റിവിഷൻ ഫാക്ടേഴ്സിൽ വരുന്ന 3 എണ്ണാണ് മെയിൻറ്റൈനബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ടെസ്റ്റബിലിറ്റി. പിന്നെ വരുന്നത് പ്രൊഡക്റ്റ് ട്രാൻസിഷൻ ഫാക്ടർ. ട്രാൻസിഷൻ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അറിയാലോ, അതായത് ഒരു ഇതിൽ നിന്ന് വേറെ ഇതിലേക്ക് നമ്മൾ അതിനെ പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ എന്തൊക്കെ വരുന്നു. സോ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി മീൻസ് ഏതൊരു എൻവയോൺമെന്റിലും അത് പെർട്ടിക്കുലർലി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അത് പോർട്ടബിൾ ആണോ, യൂസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി ഇൻ ദ സെൻസ് ഒരു ടൈമിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു യൂസിനെ നമ്മൾ യൂസ് ചെയ്തു, പിന്നീട് നമ്മൾ വേറെ ഒന്ന്, അങ്ങനെയല്ല. സോ ആ ഒരു മെയിൻ സെയിം സാധനം തന്നെ നമുക്ക് പിന്നീട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് ഇന്റർ ഓപ്പറബിലിറ്റി ആണ്. ഇന്റർ ഓപ്പറബിലിറ്റി ഇൻ ദ സെൻസ് മോർ ദാൻ വൺ ഓപ്പറേഷൻസിൽ നമുക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസിൽ അത് വരുന്നുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. സോ 3 ടൈപ്പ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റുമായിട്ട് വരുന്ന കറക്റ്റ്നെസ്, റിലയബിലിറ്റി അത് അവിടെ വരുന്നു. രണ്ടാമത്തെ പ്രൊഡക്റ്റ് റിവിഷൻ ഫാക്ടേഴ്സ് ആണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഫ്ലെക്സിബിലിറ്റിയും അതിന്റെ ടെസ്റ്റബിലിറ്റിയും മെയിൻറ്റൈനബിലിറ്റിയും ആണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് ലാസ്റ്റിലാണ് നമ്മൾ ആ ഒരു ഡെവലപ്മെന്റൽ ഫേസിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. ഇനി ട്രാൻസിഷൻ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അറിയാലോ, അതായത് നമ്മൾ ഒരു ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിനെ മാറ്റുന്ന സമയത്ത് വരുന്നതാണ്. സോ അവിടെ നമുക്ക് പോർട്ടബിലിറ്റി, റീയൂസബിലിറ്റി ആൻഡ് വിൽ ബി ഹാവിംഗ് ഇന്റർ ഓപ്പറബിലിറ്റി. ക്ലിയർ? യെസ്. സോ മെയിൻറ്റൈനബിലിറ്റി, ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, മെയിൻറ്റൈനബിലിറ്റി വരുന്നുണ്ട് ഫസ്റ്റിൽ, രണ്ടാമത്തേതിൽ വരുന്നുണ്ട് റിവിഷനിൽ. യൂസബിലിറ്റി യെസ്, അതും വരുന്നുണ്ട് നമ്മുടെ ഇതില് ഫസ്റ്റിലെ രണ്ടാമത്തേൽ തന്നെ വരുന്നതാണ്. പിന്നെ വരുന്നത് ഇന്റഗ്രിറ്റി നമ്മുടെ ഫസ്റ്റിലതിൽ വരുന്നതാണ് പാർട്ടില്. ദെൻ ഫങ്ഷനാലിറ്റി. ഫങ്ഷനാലിറ്റി എന്ന് പറയുന്ന ഒരു ഇതിൽ വരുന്നില്ല ഈ മെക്കോൾസിന്റെ ഫാക്ടേഴ്സിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? വളരെ ഈസിയാണ്. 3 പാർട്ട് മനസ്സിലാക്കുക. ഓരോ പാർട്ടും മിനിമം എന്തിനൊക്കെയാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഈ ടെർമിനോളജീസ് നിങ്ങൾക്ക് അത് ഈസിലി എടുക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ആർ ഓഫ് ഡാറ്റ എൻകോഡിംഗ് സ്കീം. ഡാറ്റ എൻകോഡിംഗ് സ്കീംസിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, നോൺ റിട്ടേൺ ടു 0 NRZ കേട്ടിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ ഈ ഷോർട്ട് ഫോംസ് ആയിരിക്കും കൂടുതൽ ഫെമിലിയർ. അടുത്തത് മാഞ്ചസ്റ്റർ എൻകോഡിംഗ്, നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, നെക്സ്റ്റ് ഹമ്മിങ് കോഡ് ആൻഡ് ലാസ്റ്റ് ബൈപോളാർ AY. ഓക്കെ, സോ നമ്മൾ ഡാറ്റ എൻകോഡിംഗ് സ്കീംസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വിൽ മൂവ് ഓൺ ടു അവർ ഓപ്ഷൻസ്. ACD, ABD, CDE ആൻഡ് ABE. അതായത് അതിൽ ആ ഒരു എൻകോഡിംഗിൽ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, യുവർ കറക്റ്റ് ആൻസർ. എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? സോ യുവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4, ABE ഓൺലി. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിയേ. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോൺ റിട്ടേൺ ടു 0, അതായത് NRZ ആണ്. യെസ്, ഇതൊരു നമ്മുടെ ഒരു കോഡിംഗ് സ്കീമിൽ വരുന്നതാണ്. NRZ 0, NRZ 1 ഇങ്ങനെ നമുക്ക് വരുന്നത്. അടുത്തത് മാഞ്ചസ്റ്റർ എൻകോഡിംഗ്. മാഞ്ചസ്റ്റർ എൻകോഡിംഗ് നമ്മുടെ ഒരു ഡിജിറ്റൽ എൻകോഡിംഗിന്റെ സ്കീമിൽ വരുന്ന ഒന്നാണ് മാഞ്ചസ്റ്റർ എൻകോഡിംഗ്. സോ ഇത് രണ്ടും കറക്റ്റ് ആണ്. അടുത്തത്
ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നമ്മളെ സിഗ്നൽസിൽ വരുന്നതാണ്. അനലോഗ് മോഡുലേഷനിൽ വരുന്നതാണ്. ആക്ച്വലി അനലോഗ് മോഡുലേഷനിൽ വരുന്ന ഈ ഒരു ടെക്നിക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ AM അതൊരിക്കലും ഒരു ഡാറ്റ എൻകോഡിംഗ് ടെക്നിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് ഹമ്മിങ് കോഡ്. ഹമ്മിങ് കോഡ് നിങ്ങൾക്ക് അറിയാലോ, എറർ ഡിറ്റക്ഷനും കറക്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും അതൊരു ലൈൻ ഓഫ് അതൊരു എന്താ പറയുക ഡാറ്റ എൻകോഡിംഗ് ലൈൻ ഓഫ് കോഡിംഗ് ആയിട്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. അടുത്തത് ബൈപോളാർ AMI. ആക്ച്വലി ആൾട്ടർനേറ്റ് ആയിട്ടുള്ള മാർക്ക് ഇൻവേർഷൻ ആണ്. ഇതും ഒരു എന്താ പറയാ ലൈൻ കോഡിംഗ് സ്കീമിൽ വരുന്നതാണ്. സോ ലൈൻ കോഡിംഗ് സ്കീമിൽ വരുന്നതാണ് ഏത് NRZ എന്ന് പറയുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ വരുന്നുണ്ട്, പിന്നെ ബൈപോളാർ ആയിട്ടുള്ള AMI. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ക്ലിയർ? അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. A+B into D arrow raised to ആണത്. ആക്ച്വലി E-F. The equivalent postfix. സോ ഇൻഫിക്സിനെ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ നിങ്ങൾ. A+B ഓപ്ഷൻസ് AB plus D star EF arrow minus, then AB plus D star minus arrow EF, AB plus D star EF minus arrow, then AB plus D star EF minus arrow. Clear? ഇത്രയാണ് നമ്മുടെ ഇതിലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇൻഫിക്സിനെ പോസ്റ്റ്ഫിക്സിലേക്ക് മാറ്റാം. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. യെസ്, correct answer is option number 4, AB plus D star EF minus arrow. Okay, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കിയേ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇതാണ്. A+B ഫസ്റ്റ്, പിന്നെ സ്റ്റാർ D arrow E-F. ആക്ച്വലി ഇതില് പാരാന്തസിസ് നിങ്ങൾക്ക് അറിയാലോ. ഇതിന്റെ പ്രിസിഡൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പാരാന്തസിസ് എടുക്കണം. ആക്ച്വലി ഈ റേസ് ടു എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ്, നമ്മൾ പവർ ആയിട്ട് എക്സ്പോണന്റ് ആയിട്ട് എഴുതുന്നതാണ്, പവർ ആക്കി എഴുതുന്നതിനാണ് ആരോ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ പ്ലസ്, പിന്നെയാണ് മൈനസ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ഇൻക്രിമെന്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ഇൻക്രീസ് ആയിട്ടുള്ള ഇതാണ് ഹൈയസ്റ്റ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. ബ്രാക്കറ്റ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാല് A+B നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ A+B സോൾവ് ചെയ്താൽ പ്ലസ് ആയിരിക്കും. കാരണം പോസ്റ്റ്ഫിക്സിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. പോസ്റ്റ്ഫിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഓപ്പറേറ്റർ എന്തായിരിക്കും? ഓപ്പറേറ്റർ ലാസ്റ്റിലായിരിക്കും. ഇത് ഓപ്പറന്റ് A, ഇത് ഓപ്പറന്റ് B, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലെ. സോ ഇതാണ് അതിന്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. സോ A+B നമുക്ക് AB പ്ലസ് എന്ന് എഴുതാം. E-F എനിക്ക് EF മൈനസ് എന്ന് എഴുതാം. ഇത് രണ്ടും നമ്മളെ കയ്യിലുണ്ട്. ഇനി മൾട്ടിപ്ലൈ വിത്ത് D. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ആദ്യം A+B ഞാൻ AB പ്ലസ് എന്ന് എഴുതി, പ്ലസ് D കൂടി വരുമ്പോൾ D, then സ്റ്റാർ. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. AB പ്ലസ് D സ്റ്റാർ എന്ന് കിട്ടും. ഇനി അടുത്തത് നിങ്ങൾ നോക്ക്, E-F നമ്മൾ ചെയ്തേ. E-F നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് EF മൈനസ് എന്ന് കിട്ടി. അതിൽ ആരോയും വരുന്നുണ്ട്. സോ ആരോ ഇവിടെ വരും. സോ ഇത് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ AB പ്ലസ് then D സ്റ്റാർ. ഓക്കെ, D സ്റ്റാർ. പിന്നെ നമുക്ക് EF ഇല്ലേ, ഈ EF മൈനസ് ആണുള്ളത്. പിന്നെയാണ് ഈ ഒരു ആരോ വരുന്നത്. സോ ഇവിടെ ആരോ. ക്ലിയർ ആയോ? ഓക്കെ, സോ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് AB പ്ലസ് D സ്റ്റാർ EF മൈനസ് ആരോ എന്ന് വരും. ക്ലിയർ ആയല്ലോ? സോ യുവർ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ നമ്പർ 4, AB പ്ലസ് D സ്റ്റാർ EF മൈനസ് ആരോ. ക്ലിയർ ആയല്ലോ? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഫ്റ്റ്വെയർ ക്യാരക്ടർ? സോഫ്റ്റ്വെയർ ക്യാരക്ടേഴ്സിൽ വരാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വിയർ ഔട്ട്, സെക്കൻഡ് സോഫ്റ്റ്വെയർ ഇസ് ഫ്ലെക്സിബിൾ, തേർഡ് സോഫ്റ്റ്വെയർ ഇസ് നോട്ട് മാനുഫാക്ചർഡ്, ആൻഡ് ഫോർത്ത് സോഫ്റ്റ്വെയർ ഇസ് ഓൾവേസ് കറക്റ്റ്. സോ ഇതിൽ സോഫ്റ്റ്വെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? സോഫ്റ്റ്വെയറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, യെസ്, your correct answer is software is always correct. So ഇതിന്റെ നോട്ട് എ ക്യാരക്ടർ നോക്കുക, സോഫ്റ്റ്വെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതെന്നാണ്. അപ്പൊ നോക്കുക, സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്. അടുത്തത് സോഫ്റ്റ്വെയർ ഫ്ലെക്സിബിൾ ആണ്.
സോഫ്റ്റ്വെയർ ഇസ് നോട്ട് മാനുഫാക്ചർ. നമുക്ക് എന്തെങ്കിലും എന്താ പറയാ മിക്സ് ചെയ്തൊന്നും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ആളല്ല സോഫ്റ്റ്വെയർ. പിന്നെ സോഫ്റ്റ്വെയർ എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ കറക്റ്റ് ആണ് എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ. ബിക്കോസ് എല്ലാ ടൈമിലും സോഫ്റ്റ്വെയർ കറക്റ്റ് ആണെന്നില്ല, റൈറ്റ്? സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട് ഇൻ ദ സെൻസ് ദാറ്റ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർസിനെ പോലെയല്ല. അൺലൈക്ക് ദ ഹാർഡ്വെയർ, software doesn't degrade physically with time. So നമ്മള് ഹാർഡ്വെയർ നമ്മളൊരു ഹാർഡ്വെയർ എടുക്കുമ്പോൾ ഇപ്പം 1 ഇയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതും 10 ഇയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, സോ 1 ഇയറിനേക്കാളും എഫിഷ്യൻസി കുറവായിരിക്കും 10 ഇയറിൽ. അതായത് അത് അവിടെ ഡീഗ്രേഡ് ചെയ്യണം. സോ അതേപോലെ സോഫ്റ്റ്വെയർ ഒരിക്കലും ഒരു ടൈമിനനുസരിച്ച്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഇപ്പൊ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യും, 10 കൊല്ലം കഴിഞ്ഞാലും വാട്സപ്പിന് ചിലപ്പോൾ ഫീച്ചേഴ്സ് മാറുന്നുള്ളൂ, പക്ഷെ അത് മൊത്തത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഡീഗ്രേഡ് ആവോ? ഇല്ല. സോ അതാ പറഞ്ഞത്, സോഫ്റ്റ്വെയറിൽ ഒരിക്കലും ഫിസിക്കൽ ആയിട്ടുള്ള ഡീഗ്രേഡ് ഇല്ല ഓവർ എ പെർട്ടിക്കുലർ ടൈം. സോഫ്റ്റ്വെയറിൽ ഫെയിലിയേഴ്സ് വരാം ബേസ്ഡ് ഓൺ ദ ബഗ്സ് അല്ലെങ്കിൽ ഏജിങ്. സോ ഏജിങ് വഴി എല്ലാ സോഫ്റ്റ്വെയറിൽ ഈ ഒരു ഫെയിലിയർ വരുന്നത്, സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ് വരുന്നത് എങ്ങനെയായിരിക്കും? ഫെയിലിയേഴ്സ് ഒക്കർ ചെയ്യുന്നത് ബഗ്സ് ആണ്, ബഗ്സ് ഓർ എറർ. എറർ ഉണ്ടാവുന്ന സമയത്താണ് എന്ത് നമുക്ക് ഈ ഒരു ഫെയിലിയേഴ്സ് വരുന്നത്. കറക്റ്റ്? സോ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർസിനെ പോലെയല്ല ഏജിങ് വരുന്നില്ല, ബഗ്സ് ആണ് അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഫാക്ടർ. അടുത്തത് സോഫ്റ്റ്വെയർ ഫ്ലെക്സിബിൾ ആണ്. അത് വളരെ കറക്റ്റ് ആണ്. കാരണം സോഫ്റ്റ്വെയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഫ്റ്റ്വെയർ ക്യാൻ ബി മോഡിഫൈ ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മുടെ യൂസറിന് പുതിയ റിക്വയർമെന്റ്സ് വേണം, ഈ ഒരു ഫീച്ചർ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അത് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് സോഫ്റ്റ്വെയർ ഇസ് ഫ്ലെക്സിബിൾ. അടുത്തത് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് മാനുഫാക്ചേർഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോഫ്റ്റ്വെയറിന് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമോ? കാരണം മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം it is developed or engineered through the design or coding, not manufactured like hardware. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. കാരണം നമുക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഹാർഡ്വെയർ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പോയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ത് സോഫ്റ്റ്വെയർ. സോ ദാറ്റ് നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റും? കോഡ് ചെയ്തിട്ടും ഡിസൈൻ ചെയ്തിട്ടും ബേസിക്കലി നല്ല രീതിയിലുള്ള ഒരു ഡിസൈനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് എ മാനുഫാക്ചർഡ്. ഓക്കെ. രണ്ടാമത്തത് സോഫ്റ്റ്വെയർ ഇസ് ഓൾവേസ് കറക്റ്റ്. ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സോഫ്റ്റ്വെയറിലും എന്ത് വരാൻ പറ്റും? ബഗ്സ് വരാം, എറർ വരാം, ഡിസൈനിൽ എന്തെങ്കിലും പ്രശ്നം വരാം. സോ അവിടെ ടെസ്റ്റിങ്ങും ഡീബഗിങ്ങും നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ബിക്കോസ് അവിടെ കറക്റ്റ്നെസ് ഗ്യാരണ്ടി ആവുന്നില്ല. ഓക്കെ. സോ ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് നമ്മൾ മെയിൻലി നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമ്മൾ അതിന് റിസോൾവ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരിക്കലും എല്ലാ ടൈമിലും ഒരു സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. given that n refers to learning rate and x refers to the ith input to the neuron, which of the following most suitably describes the weight updation rule of a Kohanon SOM? So where J refers to the jth neuron in the lattice. So നിങ്ങൾ നോക്കിയേ ഓപ്ഷൻസ് ഇതാണ്. Wij new is equal to 1 minus n star Wij old aj of old in plus n into xi. അടുത്തത് Wij new is equal to n into Wij of old plus n minus 1 into xi. Next Wij of new is equal to n minus 1 into star Wij of old plus xi. അടുത്തത് Wij of new is equal to Wij of old plus n into xi. ഓക്കെ. ഇതിൽ നിങ്ങളോട് കറക്റ്റ് ആയിട്ടുള്ള സൂട്ടബിൾ അതായത് ഈ ഒരു തന്നിരിക്കുന്ന കൊഹിനോൺ സോമിനെ സൂട്ടബിൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ? സോ ഇതെന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 1. Wij of new is equal to n minus 1 into Wij of old plus n into xi. Why? Because actually നമ്മളൊരു ന്യൂറോൺ നമ്മൾ വിൻ ചെയ്ത ന്യൂറോൺ ആണ് ജെ. ഈ വിന്നിങ് ന്യൂറോണിനെ നമ്മൾ എന്ത് ചെയ്തു? Wij of new എന്നെടുത്തു. സോ അവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡിനെ n into xi minus Wij of ഇതാണ് നമ്മുടെ എന്ത് ജനറൽ ആയിട്ടുള്ള അതായത് ജനറൽ ആയിട്ടുള്ളതിന്റെ റൂള്. ക്ലിയർ?
സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് wij of new is equal to 1 minus n, ഇവിടെ nx എന്നും n of n minus 1 എന്നുണ്ടാവും. സോ ഞാൻ എന്ത് ചെയ്തു 1 minus n into രണ്ടിലും wij ഫോൾഡ് ഉണ്ട്, wij of old പ്ലസ് ഓക്കെ ഇതേ ഇവിടെ ഒരു n into wij ഇല്ലേ ഇവിടെ. ഓക്കെ സോ അതിനാണ് ഞാൻ 1 minus n എന്ന് എടുത്തത്. then into n into xi എന്ന് വരും. സോ ഇതിനെ നിങ്ങൾക്ക് wij of old plus n into xi minus n into wij of old എന്ന് എടുത്തൂടെ. സോ ഈ wij നെ ഞാൻ എന്ത് ചെയ്തു 1 minus n into wij old plus nxi എന്ന് എടുത്തു. ക്ലിയർ ആയോ ഇങ്ങനെയാ എക്സ്പാൻഡ് ചെയ്തതെന്ന്? സോ ഇനി നമ്മുടെ ഓപ്ഷൻസ് നോക്ക്. ന്യൂ അതായത് wij of new is equal to y minus n into wij of old plus n minus 1. ഇതാണ് ആക്ച്വലി കറക്റ്റ് മാച്ചിങ് ഇപ്പൊ നമ്മൾ ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് nij of old ഇത് തെറ്റാണ്, കാരണം ഇതല്ല ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് നിങ്ങൾ നോക്കി, ഇത് രണ്ടും തെറ്റാണ്. അടുത്തത് മൂന്നാമത്തത് n minus n into wij of old plus xi ഇതും തെറ്റാണ്, കാരണം ഇത് ഒരുമിച്ചല്ല, n-ഉം വരുന്നുണ്ട് അവിടെ. ഇനി wij of new is equal to wij of old plus nxi. ആക്ച്വലി ഈ ഒരു ടേം ഇങ്ങനെയല്ല വരുന്നത്. ഓക്കെ സോ യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആയല്ലോ? ഇനി which of the following are controlled access protocol? controlled access protocols ഏതൊക്കെയാണെന്നാണ്. 1 റിസർവേഷൻ, 2 പോളിംഗ്, 3 TDMA, 4 ടോക്കൺ പാസിംഗ്, 5 CSMA/C. ഏതൊക്കെയാണ് കൺട്രോൾഡ് ആയിട്ടുള്ള ആക്സസ് പ്രോട്ടോകോൾസ്? യെസ്, എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? യെസ്, വി ഹാവ് സം ഓപ്ഷൻസ്. First one A and D only, second A, B, D only, third C, D, E only, and fourth A, D, E only. Okay? എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? വേഗം പറഞ്ഞേ. Your correct answer is option number 2, A, B, D only. Okay? So, ഈ മീഡിയം ആക്സസ് കൺട്രോൾ പ്രോട്ടോകോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ആദ്യം വരുന്നതാണ് റാൻഡം ആക്സസ് പ്രോട്ടോകോൾ. സോ റാൻഡം ആക്സസ് പ്രോട്ടോകോളിൽ നമുക്ക് വരുന്നതാണ്, അതായത് റാൻഡം ആക്സസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അവിടെ സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്തായിരിക്കും? റാൻഡംലി ആയിരിക്കും. സോ ഇവിടെ സ്റ്റേഷൻ ട്രാൻസ്മിറ്റ്സ് റാൻഡംലി, അതായത് അവിടെ കൊഹിഷൻസ് റാൻഡം ആയിട്ട് നമ്മൾ പോവാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ കൊഹിഷൻസ് സംഭവിക്കും അല്ലെ? സോ അവിടെ there is a possibility of cohesions. ഏതിൽ സംഭവിക്കുന്നുണ്ട്? റാപ്പിൽ, അതായത് റാൻഡം ആക്സസ് പ്രോട്ടോകോളില്. റൈറ്റ്? സോ അതിന്റെ എക്സാമ്പിൾ ആണ് അലോഹ, സ്ലോട്ടഡ് അലോഹ, CSMA, CSMA/CD, CSMA/CA എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ്, ഇതാണ് ഒരു മെത്തേഡ്. അടുത്തതാണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ. കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോളില് ആക്ച്വലി സ്റ്റേഷൻ ടേക്സ് ചെയ്യുന്നുണ്ട്, station turns in an orderly manner avoiding collision. So controlled access protocol എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ അവിടെ എന്താന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും. ഓക്കെ, ഓരോ പ്രോട്ടോകോൾ ആക്സസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഡർ ഉണ്ടാവും. ആ ഒരു ഓർഡറിന്റെ ബേസിലായിരിക്കും അവിടെ ഒരു പ്രോട്ടോകോൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യുക ഇൻ ദ സെൻസ് അതിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൊളീഷൻസ് അവോയ്ഡ് ചെയ്യുക. Okay, so controlled access protocol എന്ന് പറയുമ്പോൾ stations takes the turns in an orderly manner ആയിരിക്കും, so that അവിടെ avoid ചെയ്യുന്നുണ്ട് എന്ത്? collisions. അപ്പം ഈ ഒരു controlled access protocol വരുന്നതാണ് റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ്. സോ ഓരോരോ എന്താ പറയാ ടൈപ്പിന്റെയും എക്സാമ്പിൾ പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഒരു ടൈമിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നമുക്ക് ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്തതാണ് ചാനലൈസേഷൻ പ്രോട്ടോകോൾ. ചാനലൈസേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിവൈഡിങ് ദ ചാനൽ ഇൻടു പോർഷൻ. ആ ഒരു ചാനലിനെ പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, FDMA-യും ടൈം ഡിവിഷനും ആൻഡ് കോഡ് ഡിവിഷനും. സോ FDMA, TDMA ആൻഡ് CDMA. സോ ഇതും ഒരു ടൈപ്പ് പ്രോട്ടോകോൾ ആണ്. സോ റാൻഡം ആക്സസ് പ്രോട്ടോകോൾ അതിൽ വരുന്നത് അലോഹ, സ്ലോട്ടഡ് അലോഹ, CSMA/CD, CSMA/CA. ദെൻ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ, പിന്നെ വരുന്നത് ചാനലൈസേഷൻ പ്രോട്ടോകോൾ. സോ നിങ്ങൾ ഓപ്ഷൻ നോക്ക്. ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റിസർവേഷൻ. റിസർവേഷനിൽ വരുന്നത് കൺട്രോൾഡ് ആയിട്ടുള്ള ആക്സസ് ആണ്, കറക്റ്റ് ആണ്. പോളിംഗ് അഗൈൻ കൺട്രോൾഡ് ആക്സസ് ആണ്. TDMA എന്ന് പറയുന്ന ചാനലൈസേഷൻ അല്ല ആക്ച്വലി, അത് എന്ന് പറയുന്നത് കൺട്രോൾഡ്, ഇറ്റ്സ് നോട്ട് കൺട്രോൾഡ് ആക്സസിൽ വരുന്ന ആളല്ല. ഓക്കെ, സോ അത് വരത്തില്ല.
അടുത്തത് ടോക്കൺ പാസിംഗ്. ടോക്കൺ പാസിംഗ് കൺട്രോൾഡ് ആക്സിസിൽ വരുന്നതാണ്. CSMA/C അത് റാൻഡം ആക്സിസ് ആണ്. സോ കൺട്രോൾഡ് ആക്സിസിൽ വരുന്ന ഏതൊക്കെയാണ്? റിസർവേഷൻ, പോളിംഗ് ആൻഡ് ടോക്കൺ പാസിംഗ്. ഓക്കെ, സോ യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് തന്നിരിക്കുന്നത് ഒബ്ലിക്യൂ പ്രൊജക്ഷൻ ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ പ്രോബ്ലം ആണ്. ഒബ്ലിക്യൂ പ്രൊജക്ഷൻ, ദെൻ കവിലിയർ പ്രൊജക്ഷൻ, ക്യാബിനറ്റ് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ആക്ച്വലി നിങ്ങൾക്ക് അവിടെ കാണാം ഒരു എന്താ പറയുക, ഒരു ഹൈറാർക്കി ടൈപ്പിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഹൈറാർക്കി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാബിനറ്റും കാവിലിയർ ഏതിലാ വരുന്നത്, ഒബ്ലിക്യൂ പ്രൊജക്ഷൻ എന്താണ്, ഓർത്തോഗ്രാഫിക് എന്താണെന്നുള്ളത്. ഓക്കെ, ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് when the direction of projection is chosen that the lines perpendicular to the plane of projection are foreshortened. രണ്ടാമത്തത് when the direction of projection is so chosen that there is no foreshortening of lines perpendicular to the plane of projection. അടുത്തത് when the direction of projection is perpendicular to the plane of projection. അടുത്തത് when the angle between the projection of the plane of the projection is not equal to 90 degree. 90 degree അല്ല. സോ ഈ ഒരു പ്രൊജക്ഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞേ? We'll move on to our options. First one, A4, B2, C4 and D1. Second, A4, B2, C1 and D3. Third, A3, B1, C4 and D2. And fourth, A4, B1, C3 and D2. എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? വേഗം പറഞ്ഞേ. Our correct answer is option number 2. Yes. സോ ഒബ്ലിക്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അത് ആ ഒരു എന്താ പറയാ പെർപെൻഡിക്കുലർ പ്ലെയിൻ, ഐ മീൻ പ്രൊജക്ഷൻ പ്ലെയിന് പെർപെൻഡിക്കുലർ അല്ല. സോ ഒബ്ലിക് എന്ന് പറയുന്നത് ആ ഒരു മീനിങ് പോലെ തന്നെ പ്രൊജക്ടേഴ്സ് ആർ നോട്ട് പെർപെൻഡിക്കുലർ ടു ദി പ്രൊജക്ഷൻ. പ്രൊജക്ടേഴ്സ് ആർ നോട്ട് പെർപെൻഡിക്കുലർ ടു ദി പ്രൊജക്ഷൻ പ്ലെയിൻ. ഒബ്ലിക്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്തത് കാവിലിയർ പ്രൊജക്ഷൻ. കാവിലിയർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി കാവിലിയർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള ഒബ്ലിക്യൂ പ്രൊജക്ഷന്റെ രണ്ട് ടൈപ്പാണ്. നിങ്ങൾക്കറിയാലോ, ഒബ്ലിക്യൂല് വരുന്ന രണ്ട് ടൈപ്പാണ്, ഒന്ന് കാവിലിയറും ഒന്ന് ക്യാബിനറ്റും. സോ കാവിലിയർ എന്ന് പറയുന്നതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ടേഴ്സ് ആർ അറ്റ് 45 ഡിഗ്രി. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒബ്ലിക്യൂ പ്രൊജക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാവിലിയേഴ്സ് 45 ഡിഗ്രി ആണ്. ആൻഡ് ആ ഒരു ലൈന് പെർപെൻഡിക്കുലർ ടു ദ പ്രൊജക്ഷൻ പ്ലെയിൻ ആർ ഡ്രോൺ ഫുൾ സ്കെയിൽ. അതായത് അവിടെ ഒരു ഫോർഷോർട്ടനിങ് സംഭവിക്കുന്നില്ല. സോ നിങ്ങൾ കാവിലിയറും ക്യാബിനറ്റും നമ്മൾ എടുത്താല് ഇവിടെ എന്താണ് 45 ഡിഗ്രി ആയിട്ടാണ് പോകുന്നത്. പിന്നെ എന്ന് പറയുന്നത് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് ടു ദ ഫുൾ ഷോർട്ടനിങ്. ഇവിടെ എന്ന് പറയുന്നത് ഫോർഷോർട്ടനിങ് അല്ല, നോ ഫോർഷോർട്ടനിങ്. ഇവിടെ വരുന്ന എന്താന്ന് വെച്ചാൽ ഫോർഷോർട്ടനിങ് ആണ്. പെർപെൻഡിക്കുലർ ലൈൻസ് സ്കെയർ ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ലൈൻ എന്താണ് ഹാഫ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ഫുൾ ആയിട്ടാണ്. ഓക്കെ, സോ കാവിലിയർ പ്രൊജക്ഷൻ എന്ന് പറയുന്ന രണ്ടും എന്തിൽ വരുന്നതാണ്? ഒബ്ലിക്യൂ പ്രൊജക്ഷനിൽ വരുന്നതാണ്. ആൻഡ് കാവിലിയർ എന്ന് പറയുന്നത് പ്രൊജക്ടേഴ്സ് ആർ അറ്റ് 45 ഡിഗ്രി ആണ്. ആൻഡ് ലൈൻ പെർപെൻഡിക്കുലർ വരുന്നത് എങ്ങനെയായിരിക്കും? ഫുൾ സ്കെയിൽ ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി ക്യാബിനറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അനദർ ടൈപ്പ് ആണ് ഒബ്ലിക്യൂ പ്രൊജക്ഷന്. അവിടെ പെർപെൻഡിക്കുലർ ലൈൻ ഏത് രീതിയിലാണ് ആവുന്നത്? ഹാഫ് ആണ്. ദാറ്റ് മീൻസ് ഫോർഷോർട്ടൻഡ് ആണ്. ക്ലിയർ? സോ ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ പെർപെൻഡിക്കുലർ ലൈൻസ് സ്കെയിൽ ചെയ്തിരിക്കുന്നത് ഹാഫ് ആയിരിക്കും, അത് ഫോർഷോർട്ടൻഡ് ആയിരിക്കും. ക്ലിയർ? ആൻഡ് അടുത്തത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഓർത്തോഗണൽ എന്തായിരിക്കും? അത് പെർപെൻഡിക്കുലർ, കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും ടു ദി പ്രൊജക്ഷൻ പ്ലെയിൻ. ക്ലിയർ ആയല്ലോ? ഈസിയാണ്, സംഭവം ഈസിയാണ്. പക്ഷെ ഈ ഏരിയ എന്നൊക്കെ നമുക്ക് എപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെയും മിനിമം അതിന്റെ ഒരു ഫീച്ചർ വെച്ചെങ്കിലും നോക്കി വെക്കാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, arrange the following parsers in increasing order of their power of handling grammars. ഇത് ഞാൻ പറയണ്ടല്ലോ, ഇതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് പാർസേഴ്സിന്റെ. ദാറ്റ് ഈസ് ഫ്രം ദ ലീസ്റ്റ് പവർഫുൾ പാർസർ ടു ദി മോസ്റ്റ് പവർഫുൾ. ലീസ്റ്റ് പവർഫുൾ നിന്ന് മോസ്റ്റ് പവർഫുൾ പാർസറിലേക്ക് വരുന്നതാണ്. ഓപ്ഷൻസ് ആർ LR of 0, LR of 1, LALR of 1, LL of 0, then SLR. ഏതാണ് കറക്റ്റ് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഓർഡർ? ഈ ഏരിയ എപ്പോഴും ഞാൻ പറയാലോ ഒരു വളരെ വളരെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണിത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
നോക്കാതെ പോവരുത്, കമ്പൈലറിൽ ഇത് എന്തായാലും നോക്കണം. യെസ്, വിൽ മൂവ് ഓൺ ടു അവർ ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ LL of 0, LR of 0, then SLR, then LR, then LALR. അടുത്തത് SLR to LR to LL to LR of 1 to LALR of 1. Third, LL of 0, then LR of 0, SLR, LALR of 1, LR of 1. അടുത്തത് LR of 0, LAL of 0, SLR, then LR of 1, LALR of 1. ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? ആദ്യം ഏതാണ്? ഫ്രം മോസ്റ്റ് ടു ഹയസ്റ്റ് ടു ലോവർ ആണ്. യെസ്, എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? നോക്കിയേ. എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? Your correct answer is option number 3, LL, then LR of 0, SALR, LALR and LR of 1. So, ഇവിടെ നമുക്കറിയാം LAL of 0 എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ളതാണ്. സോ വളരെ വീക്ക് ആയിട്ടുള്ള എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ലുക്ക് ഹെഡ്, നോ ലുക്ക് ഹെഡ് ആണ് ഇവിടെ. സോ LAL of 0 എന്ന് പറയുന്നത് എന്താണ്? വളരെ വീക്ക് ആയിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് LR of 0 ആണ്. LR of 0 ഹാൻഡിൽ ചെയ്യുന്ന എന്താണ്? മോർ ദാൻ LAL of 0. സോ വളരെ ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ LAL of 0 ലെസ് ദാൻ LR of 0. ബിക്കോസ് ഇത് LR of 0 എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും? ആക്ച്വലി ഇത് ബോട്ടം ഓഫ് ഫാഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയും ലുക്ക് ഹെഡ് വരുന്നില്ല. അടുത്തത് SLR ആണ്, ലെസ് ദാൻ SLR. SLRൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുന്നത് സെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസാംബിഗ്വേഷൻ ആണ്. ആക്ച്വലി ഇത് LR of 0നേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നതാണ്. അടുത്തത് വരുന്നത് LALR ആണ്. LALR എന്ന് പറയുന്ന സമയത്ത് അത് merge ചെയ്യുന്ന എങ്ങനെയായിരിക്കും? LR of 1 ആയിരിക്കും. So that to get compact tables while keeping the LR of 1 power. Okay. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് LALR ആണ്. ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതാണ് ആക്ച്വലി CLR, അതായത് കാനോണിക്കൽ പാർസർ വരുന്നതാണ്. അതിന് മുമ്പ് വരുന്നതാണ് we have LR of 1. Okay. So the most powerful, ഈ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് പവർഫുൾ എന്ന് പറയുന്നത് LR of 1 ആണ്. അവിടെ ഫുൾ 1 ടോക്കൺ ലുക്ക് ഹെഡ് ആണ് ഓരോ സ്റ്റേറ്റിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ LR, SALR, LALR, CLR ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കാനോണിക്കൽ പാർസേഴ്സിനെയാണ്. ദാറ്റ് ഇസ് CLR ആണ് അവിടെ വരുന്നത്. ഓക്കെ. ഇപ്പൊ തന്നതിൽ വെച്ചിട്ട് ഇതായിരിക്കും LAL of 0, LR of 0, LAL of 0, then LR of 0, SLR, LALR, then last LR of 1. Clear? Okay. Yes. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന PYQs. സോ അടുത്ത ക്ലാസ്സിൽ another set of PYQ questions നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. അതുവരെ താങ്ക് യു ലേണേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് the session.